മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗവും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി മഴക്കാലപൂർവ്വ പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നാട്യാലയ നൃത്ത വിദ്യാലയത്തിൽ നടന്ന ക്യാമ്പ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗവും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച മഴക്കാലപൂർവ്വ പ്രതിരോധ ക്യാമ്പ് നാട്യാലയ നൃത്ത വിദ്യാലയ ഹാളിൽ നടന്നു. മൂവാറ്റുപുഴ നഗരസഭ വാർഡ് 4, 2, 7 എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്യാമ്പിൽ 100-ലധികം പേരാണ് പങ്കെടുത്തത്. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ പി രജിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ പ്രതിരോധ ക്യാമ്പുകൾ വർഷങ്ങളായി സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നതാണ്. അതിൽ നമുക്ക് നമ്മുടെ ആശാ വർക്കേഴ്സ് എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുന്നുണ്ട്. ചുറ്റുവട്ടം കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ, കാര്യങ്ങൾ, കൂത്താടി വളരാനുള്ള സാഹചര്യങ്ങൾ ഇവയെല്ലാം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രതിരോധ മാർഗമായിട്ട് കൂടിയ കുറച്ച് മരുന്നുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ നമുക്ക് രോഗം വരുന്നതിന് മുന്നേ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗവും കൂടെ നമുക്ക് അവലംബിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്യാമ്പുകൾ നടക്കുമ്പോൾ എന്തുകൊണ്ടോ അതിന് വേണ്ടത്ര ശ്രദ്ധ ഒരിടത്തും കിട്ടുന്നില്ല. ആയുർവേദത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. വളർന്നു വരുന്ന എല്ലാ കുട്ടികളും മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും വേണ്ടത്ര പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആരും അത് എടുക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ വരുമ്പോൾ നമ്മളത് കഴിവതും ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ ഇനി മേലിലെങ്കിലും ശ്രമിക്കുക. കൗൺസിലർ മനോജ് ജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഴക്കാലജന്യ പകർച്ചവ്യാധി നിയന്ത്രണത്തെക്കുറിച്ച് ഡോക്ടർ അജിത് കുമാർ സി പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ അജിത് കുമാർ സി, ഡോക്ടർ ധന്യ വേലായുധൻ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ആശാവർക്കർ ശ്രീജ കെ.യു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസം ബീഗം, കൗൺസിലർ കിഷോർ നടുക്കുടിയിൽ, വാർഡംഗം ചന്ദ്രശേഖരൻ, വിവിധ കൗൺസിലർമാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.